ദിയ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വീക്കെൻഡ് വ്ളോഗായിട്ടാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ വ്ളോഗിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, ഒന്നാമത്തെ സ്കൂളിലില്ല, പിന്നെ രണ്ടാമത്തെ കാര്യം എൻ്റെ അപ്പ ഇന്ന് ലീവാണ്, ഇന്ന് ഷോപ്പിൽ പോകണില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള രസം ഞങ്ങൾക്ക് ഇന്ന് അതിൻ്റേതായിട്ടുള്ള ഒരു രസം ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ ഒരു വ്ളോഗ് എടുക്കാൻ ചിലപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ടൊക്കെ പുറത്ത് പോവില്ല. അതുകൊണ്ട് ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ വ്ളോഗ് എടുക്കാമെന്ന് പ്ലാൻ ഇട്ടായിരുന്നു, പിന്നെ രാവിലെ മറന്നുപോയി. അപ്പം മദ്രസ പോകണമെന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ ശേഷമുള്ള വ്ളോഗാണ്. സംഭവം കുറേ നേരമായിട്ടൊന്നുമില്ല. അപ്പം മുറ്റടിച്ചിട്ടില്ല, അങ്ങനത്തെ ഓരോന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് നേരമായിട്ടുള്ളൂ. പിന്നെ ടി വിയിൽ നേരെ പോയൊരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ മുറ്റടിച്ചേരാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ വ്ളോഗിൽ അധികം ഈ ക്ലീനിങ് തന്നെ ഉള്ളൂ എന്ന്. മറ്റുള്ളവരുടെ വ്ളോഗ് വെച്ച് നോക്കുമ്പം എൻ്റെ വ്ളോഗിൽ ഫുള്ള് ക്ലീനിങ് ആണ്. സംഗതി എനിക്ക് വലിയ പണിയൊന്നുമില്ല, പക്ഷെ എന്നാലും ഉള്ള പണി ഞാൻ വലിയ സംഭവമൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു രസമല്ല, എനിക്കും ഇഷ്ടമാണ് ഈ ക്ലീനിങ് വ്ളോഗൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു തരാണ്. ഞങ്ങൾ മുറ്റം ബ്രഷ് വെച്ചിട്ടാണ് അടിച്ചു തരൽ. ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ട് ബ്രഷ് വെച്ച് അടിച്ചു തരാൻ നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ നല്ല കുട്ടിയായിട്ട് മുറ്റമൊക്കെ അടിച്ചു തരികയാണ്. എന്ന് പറയാനുള്ള സ്ഥലമൊന്നുമില്ല, ആകെ ഇത്തിരി സ്ഥലമുള്ളൂ. പിന്നെ ഉള്ള സ്ഥലത്തും അങ്ങനെ കാര്യമായിട്ട് മരങ്ങളൊന്നുമില്ല. പിന്നെ ഇമ്മച്ചി കുറേ ചെടിയൊക്കെ വളർത്തുന്നുണ്ട്. ആ ചെടികളിൽ നിന്ന് വീഴുന്ന ഇലകൾ മുറ്റത്ത് നിറച്ചിട്ടുണ്ടാവും. പിന്നെ ഞാനൊരു ഇടുന്ന മുട്ടായി കവർ, അങ്ങനത്തെ ഓരോ സംഗതി മുറ്റത്തുണ്ടാവും. അതേ ഉള്ളൂ അടിച്ചു തരാനുള്ളത്. പിന്നെ നമ്മൾ സൂക്ഷിച്ചാൽ മുറ്റം അടിച്ചേണ്ട ആവശ്യമില്ല. നല്ല മട്ടത്തിൽ നോക്കിയാൽ ഞങ്ങൾ മരങ്ങളൊന്നും കാര്യമായിട്ടില്ല. ഇപ്പോൾ 2 മാവുന്നതൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ടിക്കണ്. അതിമെന്ന് ഇപ്പോൾ കാര്യമായിട്ട് ചണ്ടി മുഖമില്ല. എന്നാലും ഞാനൊന്നും അടിച്ചു തരും. ചില ദിവസങ്ങളിലൊന്നും അടിച്ചു തരില്ല, കാരണം അതിനകത്തുള്ള ചണ്ടി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഏതായാലും ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് എന്തൊക്കെയോ ഇങ്ങനെ അടിച്ചു തരിക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന ഒരു കമൻറ്റാണ്, ഇൻസ്റ്റഗ്രാം ഉണ്ടോ എന്നൊക്കെ. ഇപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അതിൽ കയറിയിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അങ്ങനെ പിന്നെ മുറ്റൊക്കെ അടിച്ചു തരി കഴിഞ്ഞ് ഞങ്ങൾ നേരെ മേൽക്കാണ് വന്നിട്ടുള്ളത്. എല്ലാവരും കൂടി വന്നിക്കാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടെ മയം ഇതൊക്കെ കഴിഞ്ഞാണല്ലോ. അപ്പോൾ ഈ പൂപ്പിലുണ്ടാവില്ല ഇങ്ങനെ ഈ ഉണങ്ങിയാലൊരു തരം കറുപ്പ് ഇതാവുക, അത് വായി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇമ്മ പറഞ്ഞു, എന്താണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ? മീൻസ് എൻ്റെ സ്റ്റഡി റൂമാണ്. ഒന്നാകെ അലങ്കോലാണ്. എനിക്ക് എന്നും എൻ്റെ കയ്യിൽ നിന്ന് ഡെയിലി വാക്കേക്കും. അത് ഞാൻ പിന്നെ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ വിടും. പിന്നെ ഞാൻ ഏതായാലും വിചാരിച്ചു എങ്ങനെയാലും ഇപ്പോൾ നന്നാക്കണ്ടേ, പിന്നെ ഏതായാലും വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. പോലെ ആ പണി എടുക്കുമ്പോൾ ഞാനിവിടെ സ്റ്റഡി റൂമൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് എങ്ങനെയാ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വൃത്തിയാക്കുമ്പോൾ ആ മട്ടത്തിന് വൃത്തിയാക്കുക, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥ വരരുത്. മീൻസ് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ആക്കുക. നമ്മൾ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട് ക്ലീൻ ആക്കണമാണ് എനിക്കിഷ്ടം. പക്ഷെ അങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കൊരു മൂഡ് വേണം അങ്ങനെ ക്ലീൻ ആക്കാൻ. അപ്പോൾ ആ മൂഡ് നോക്കി നടന്നിട്ട് കാര്യമില്ല. ഇമ്മ പറഞ്ഞത് ക്ലീൻ മതി, അവർക്ക് ക്ലീൻ ആക്കിക്കോ പറഞ്ഞത്. അപ്പം ഞാൻ എന്തായിട്ട് ഈ പുറത്ത് കാണുന്ന ഈ ചണ്ടിയും ചണ്ടിയും സംഭവമൊക്കെ ഒന്ന് മാറ്റിയിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബുക്കൊക്കെ ഒന്ന് മതിയായിരിക്കും ഷെൽഫ് കയറ്റി വെക്കുക. എന്നിട്ട് ബാക്കി പുറത്തേക്ക് കാണാൻ വൃത്തിയാക്കാം. ഉള്ളെങ്ങനെയാലും വൃത്തികേടായിരിക്കും. ഇനി നമുക്കിങ്ങനെ സ്റ്റഡി ഏരിയ ഒന്ന് ഡിസൈനൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇതിനു മുമ്പ് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കാണാൻ. ഒന്നാകെ ഒരു രസമൊന്നും ഇല്ല കാണാൻ. അത് പിന്നെ ഇനി നമുക്ക് 10ാം ക്ലാസ്സിലേക്ക് പോകുമ്പം വെക്കേഷനിലൊന്ന് അടിപൊളിയാക്കാമെന്നാണ് ഞാൻ വിചാരിക്കണത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ബുക്കും സാധനങ്ങളൊക്കെ ഒന്ന് ഷെൽഫൊക്കെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്റ്റിക്കി നോട്ടും സാധനങ്ങളൊക്കെ നിലത്താണുള്ളത്. ലീ അവിടെ മൂലക്കൽ ഫോൺ മേലും കളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നിലക്ക് അടിച്ചു തരിക. അപ്പോൾ വീടിൻ്റെ മേലെ ഭാഗത്തും അതുപോലെ തന്നെ അടിഭാഗത്തും ഞാൻ അടിച്ചേരി വൃത്തിയാക്കാണ്. പിന്നെ ഞാൻ ഈ ഒരു ഏരിയ നിന്നാണ്, പഠിക്കലൊന്നുമില്ല ഈ ഏരിയയിൽ നിന്ന്. സത്യം പറഞ്ഞാൽ പഠിക്കലേ ഇല്ല, എഴുതലുമില്ല. ഞാൻ എഴുതൽ താഴ്ത്തുന്നതാണ്. പക്ഷേ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ ക്രാഫ്റ്റും അങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ ചെയ്യാൻ തോന്നിയാൽ ഞാൻ ചെയ്യും. അതും ഞാനിപ്പോൾ അങ്ങനെ ചെയ്യില്ല. പക്ഷേ ചെയ്താലോ ആ സാധനങ്ങൾ മൊത്തം നിലത്തുണ്ടാവും. മീൻസ് നമ്മൾ ഈ നിലത്തൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് ടാപ്പുകൾ, അതുപോലെ തന്നെ പശ, MC അങ്ങനെ പല സാധനങ്ങളും ഞങ്ങൾ നിലത്ത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാന്തി പൊളിച്ച് അടിച്ചു തരികയാണ് ഞാൻ. അങ്ങനെ പിന്നെ ഓരോ ഭാഗം ഞാനിങ്ങനെ അടിച്ചു തരികയാണ്. നല്ല ഭംഗിയല്ലേ ഈ അടിച്ചു തരുന്ന ഭാഗം അങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്ലീനിങ് വ്ളോഗൊക്കെ കാണുന്നത്. പക്ഷെ ഞാൻ ക്ലീൻ ആക്കില്ല, പക്ഷെ ക്ലീനിങ് വ്ളോഗൊക്കെ കാണും. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ദിയ നല്ല കുട്ടിയായി വന്നിട്ടുണ്ട്. ദിയ ഒന്ന് ക്ഷീണിച്ച് വേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിട്ട ടീഷർട്ട് എൻ്റെ മാമൻ്റെ ആണ്. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടി ഉമ്മൻ്റെ ഇപ്പൻ്റെയും മാമൻ്റെ എല്ലാവരും ഇടും. എന്തോ സൈക്കിൾ റേസിനൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലെ ഹീറോനെ ഒന്ന് കുളിച്ച് നന്നാക്കിയിരിക്കുകയാണ്. മീൻസ് ഞങ്ങളെ വീട്ടിലെ സ്പ്ലെൻഡറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒപ്പനോട്
പറയും ഇത് എന്ത് വന്നാലും ഇത് വിൽക്കരുത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീട്ടിലെ അംഗം പോലെയാണ്. ഈ വീട്ടിലെ അംഗമായി പറയുകയാണെങ്കിൽ എൻ്റെ ഒപ്പനെക്കാട്ടി വയസ്സുണ്ടാവും ഈ ഒരു ബൈക്കിന്. മീൻസ് ഇവിടുത്തെ ഒരു മുതിർന്ന ആളെന്നാണ് പറയാം. കാരണം എൻ്റെ ഒപ്പനെക്കാട്ടി പ്രായം കൂടിയ സാധനമാണ് ഞങ്ങളെ ഈ വീട്ടിലെ ഈ ബൈക്ക്. ഇതെപ്പോഴും ഞങ്ങൾ നല്ല മട്ടത്തിനാണ് കൊണ്ടെടുക്കുക. മീൻസ് അത് നല്ല കഴുകും. എൻ്റെ ഒപ്പൊക്കെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒപ്പോഴോട് പറയും എന്ത് വിറ്റാലും ഇത് വിൽക്കരുത് എന്നൊക്കെ പറയും. അങ്ങനെ അതൊക്കെ ചെയ്ത് അതൊക്കെ വൃത്തിയാക്കി നടക്കുകയാണ്. ഈ പഴയ കാറ് വണ്ടി അങ്ങനത്തിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പഴയ കാറൊക്കെ കാണുമ്പോൾ ഇപ്പോൾ നമുക്ക് വാങ്ങാം പക്ഷെ വാങ്ങാൻ കഴിയണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇവിടെ ഒരു ചെറിയൊരു അക്വേറിയം ഉണ്ട്. അതിൽ 2-3 ഗപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞാൽ കെഗി നന്നാക്കാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ട് ഗപ്പി എന്ന് പറഞ്ഞാൽ ഒരു വട്ടേനി. ഞങ്ങൾ ആദ്യം നിന്ന വീട്ടിൽ ടെറസിൻ്റെ മേലെ ഫുള്ള് ഗപ്പിയായിരുന്നു. ഒരു ഗപ്പി ഫാം പോലെയായിരുന്നു. അതൊക്കെ എൻ്റേതായിരുന്നു കേട്ടോ. ഭയങ്കര താല്പര്യത്തോടായിരുന്നു ഫസ്റ്റൊക്കെ കൊണ്ടുനടന്നീന്. പിന്നെ അങ്ങനെ സ്കൂളൊക്കെ ലോക്ക്ഡൗൺ സമയത്ത് പിന്നെ സ്കൂളൊക്കെ തുറന്നപ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. പിന്നെ എനിക്ക് മീനോട് ചടിച്ച് ഇവിടെയുള്ള ഈ ഗപ്പികളൊക്കെ എൻ്റെ അമ്മ നോക്കിക്കൊണ്ട് നടക്കണതാണ്. അപ്പം ഇമ്മ പറഞ്ഞ ആ ഒരു അക്വേറിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ. അങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. ആ വലിയ പച്ച കളറൊന്ന് ലൈറ്റായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ അൾട്ടോ 800 വൃത്തിയാക്കുകയാണ്. അങ്ങനെ പിന്നെ കാറൊക്കെ കഴുകുകയാണ്. അപ്പോൾ അത് കുളിച്ച് മാറ്റി ഇതിയെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ഈ ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൻ്റെ വീഡിയോ ഇടാൻ. ഞാൻ വീഡിയോ ഇടേണ്ട വിചാരിച്ചതേനി. പിന്നെ നമ്മൾ നേരത്തെ സ്റ്റഡിയിൽ ക്ലീൻ ആക്കിയപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റ് കാണിച്ചതിന് അതേപോലെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറും കാണിച്ചു തന്നതിന്. പക്ഷേ ആ വീഡിയോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത് ആ വീഡിയോ കുടുങ്ങിയിട്ടില്ല. മീൻസ് അത് റെക്കോർഡ് ചെയ്തിനി. പക്ഷേ എൻ്റെ ഫോണിൽ സ്പേസ് കൂടിയപ്പം ആ വീഡിയോ തന്നാലെ പോയതാണ്. ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ നിങ്ങൾക്ക് ആൻസർ പേപ്പർ സംഗതി കാണിച്ചു തന്നിനി. അതിനിപ്പോൾ ഏതായാലും പോയത് പോട്ടെ. പിന്നെ നമുക്ക് ബാക്കി വീഡിയോ സെറ്റാക്കാം. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ കുളിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു നല്ല ഉറക്കുറങ്ങിയാണ് ഞാൻ എണീച്ചത്. അപ്പം നമ്മൾ ജസ്റ്റ് ഗ്രോസറി ഷോപ്പിങ്ങിന് പോവാം. പിന്നെ ഇമ്മക്കൊരു ചെരുപ്പൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതിന് പോകുന്ന വിചാരിച്ചു. അപ്പോൾ സംഗതി സമയം വൈകുന്നേരമായിട്ടുണ്ട്. വലിയ നേരമൊന്നും ആയിട്ടില്ല. അപ്പോൾ മാറ്റി റെഡി ആയിട്ട് ദിയതാ വന്നിരിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മുടിയൊന്ന് വാർന്നത് തന്നെയാണ്. ഒന്ന് കെട്ടിക്കൊടുത്തു അത്രേനുള്ളൂ. പിന്നെ ഒരു ബാഗൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് ഞാനിതാ ഈ ഒരു ക്രോക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ക്രോക്സ് അല്ല, ക്രോക്സിൻ്റെ എളാപ്പിയല്ല, ഒരു കുടുംബക്കാരനായിട്ട് വരും. മീൻസ് ക്രോക്സ് ബ്രാൻഡിൻ്റെ ഒരു ക്രോക്സ് എന്നൊക്കെ പറഞ്ഞ കുറേ പേരുകളാണ്. ക്രൂക്സ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഡ്യൂപ്പാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ലുലു മാൾ പിന്നെ ഇവിടെ അടുത്ത് ഇപ്പോൾ റീസെൻ്റ് ഞങ്ങൾ ലുലു മാളാണ് പോയത്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാൾ പോകുമെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല അവിടെ നെസ്റ്റോയിൽ എന്തൊക്കെ ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ചെടീൻ്റെ പീടിയിൽ നിന്ന് ഞങ്ങളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ ഓപ്പോസിറ്റാണ് ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. കാരണം സമയം ഒരുപാടായിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മക്കും ഉപ്പക്കൊക്കെ ചായനോടൊരു പ്രത്യേക താല്പര്യമാണ്. ഞാനോ ചായ 5 പൈസക്ക് കുടിക്കൂല. അപ്പം ഞാൻ ഹോർലിക്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്നാക്കൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. എന്നെപ്പോലെ ചായ കുടിക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. അങ്ങനെ നമ്മൾ ഫൈനലി ഹൈലൈറ്റ് മാൾ എത്തിയിട്ടുണ്ട്. എനിക്കിപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ റോട്ടുമ്മൽ നോക്കുക കാറുകളാണ്. എനിക്കിപ്പോൾ കാറുകളോടൊരു എന്തോ ഒരു ഇഷ്ടമാണ്. എങ്ങനെ പറയേണ്ടി അറിയില്ല. എനിക്കിപ്പോൾ കാറുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോ കാറ് പറയണം നമുക്ക് അത് വാങ്ങണം, ഇത് വാങ്ങണം, ഇങ്ങനെ ആക്കണം, മറ്റേതാക്കണം. പിന്നെ ഹാർഡ് വർക്കും അത് 5 പൈസക്ക് എനിക്കില്ലേന്. യൂട്യൂബിലായാലും മതിയാർക്ക് വീഡിയോ ഇടൂല. നാളെ ഇടാറാണ്ട് ലാസ്റ്റ് വീഡിയോ ഇടൂല. അപ്പോൾ ഈ വീഡിയോ തന്നെ കുറേ ആൾക്കാർ വീഡിയോ കാണില്ലല്ലോ എന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ എഡിറ്റ് ആക്കണത്. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നമ്മൾ സെറ്റാക്കി ഇടുന്നതേക്കാരം. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ ആദ്യം നമ്മൾ പോയിട്ടുള്ളത് സുഡിയോക്കാണ്. സുഡിയോന്ന് ചെരുപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇമ്മച്ചി ഉദ്ദേശിച്ച പോലത്തെ ചെരുപ്പ് ഉമ്മച്ചി കിട്ടിയിട്ടുണ്ട്. സംഗതി എന്താ വെച്ചാൽ നമ്മളെ വിരലൊന്നും കാണാത്ത ടൈപ്പുള്ള ചെരുപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്കൂൾ പിള്ളേരൊക്കെ എന്തോ ഹൈലൈറ്റ് മാൾ കാണാൻ വന്നതാണ്. ഓലെ കൈക്കിൽ നിങ്ങൾ എന്താ കണ്ടോ സ്റ്റാർബക്സിൻ്റെ കോഫിയൊക്കെയാണ് സ്കൂൾ കുട്ടികൾക്ക്. അങ്ങനെ അതൊക്കെ വാങ്ങി അവിടെ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ അവിടെ അങ്ങനെ തേരാപാര നടന്നു. ലീയതാ എസ്കലേറ്ററിൽ കയറുമ്പോൾ മാത്രം കണ്ണാട വെക്കും. അത് ഓളൊരു പതിവായിട്ടുള്ള ശീലമാണ്. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ബിഗ് ഡേയ്സോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഓഫറൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആദ്യം ചെറിയ വണ്ടിയൊക്കെ ഇട്ട് സാധനം വാങ്ങാൻ പോയി. പിന്നെയാണ് കുറച്ചും കൂടി സാധനം വാങ്ങിയത്. പിന്നെ എവിടെ മിറർ കണ്ടാലും ഞാൻ വീഡിയോ എടുക്കും. സംഗതി ഒരു മിറർ ഭ്രാന്തത്തിയാണ്. അത് നിങ്ങൾ അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും ചിലപ്പോൾ സ്കൂളിൽ. എവിടെ മിറർ കണ്ടാലും പിന്നെയും അവസ്ഥ റെഡിയാക്കും. അങ്ങനത്തെ ഓരോ പരിപാടിയിലെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്രോക്സ് വാങ്ങിയത് ഇവിടെ ഈ ക്രോക്സ് കണ്ടതിന് ശേഷമാണ്. ഇവിടെ ഈ ക്രോക്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കണ്ടെച്ചിനി. പക്ഷേ അയിമത്തെ മുത്തോളൊക്കെ ആരോ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഞാനത് വാങ്ങിയാൽ ഇക്ക നഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ എൻ്റെ കാൽമുള്ള സാധനം വാങ്ങിയത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡായിട്ട് പോയില്ലേനോ എന്തോ ബീച്ചിൻ്റെ അവിടെയൊക്കെയുള്ള ഒരു കൂന്തൽ നിറച്ചത്.
ആ സാധനം ഇതാ അവിടെ ഉണ്ട്. ഞങ്ങൾ വാങ്ങാനൊന്നും നിന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ ഷവായൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാധനങ്ങളൊക്കെ ഒന്ന് ബില്ലടിക്കുകയാണ്. അങ്ങനെ അതാ വലിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഉന്തി പോവുകയാണ്. അത്യാവശ്യം സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സംഗതി ഇത്തിരി സാധനം വാങ്ങാൻ വന്നതാണ്. പിന്നെ അത്യാവശ്യം വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ വീഡിയോ എടുത്തത് കുറച്ച് ചെരിഞ്ഞു പോയിട്ടുണ്ട്, സോറി കേട്ടോ. അങ്ങനെ ഞാൻ അങ്ങനെ പോവുകയാണ്. സംഗതി ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഭയങ്കര തോട്ടി പോലെ ഉണ്ടല്ലേ. സംഗതി അത്യാവശ്യത്തിന് ഹൈറ്റൊക്കെ ഞാനുണ്ട്. ഞാൻ ഏകദേശം 170 സെൻറ്റിമീറ്റർ ഹൈറ്റൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ക്രോക്സിൽ ചെറുതായിട്ടൊരു ഹീലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അമ്മാതിരി ഹൈറ്റ് തോന്നിപ്പിക്കണേ. അപ്പോൾ എന്നെ പോലെ അത്യാവശ്യം ഹൈറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കുക. അങ്ങനെ സാധനങ്ങളൊക്കെ ഏറ്റതാ ഞങ്ങൾ പെരയെ പോവുകയാണ്. പെരയെ പോയി ഞാൻ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇമ്മൻ്റെ ചെരുപ്പ് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഈ ചെരുപ്പ് സംഗതി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഇൻസ്റ്റാഗ്രാമല്ല പിൻട്രസ്റ്റിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു. മീൻസ് നമ്മളെ കൊറിയൻസൊക്കെ ഈ സ്കേർട്ടിൻ്റെ ഒപ്പൊക്കെ ഇടും ഒരു തരം സ്കൂൾ ഷൂ പോലത്തെ ആ സംഗതിയാണ്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വൈറ്റ് ഷോക്സ് ഒക്കെ ഇട്ടാണ്ട് ആ ഒരു ചെരുപ്പാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇമ്മക്ക് അത് ആകെപ്പാടുമ്പോൾ പറഞ്ഞത് വിരലൊന്നും കാണുന്ന ടൈപ്പ് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനത്തെ വാങ്ങിയാണ്. പിന്നെ ഇതാവുമ്പോൾ എനിക്കും എടുക്കുമ്പോൾ ഇങ്ങനെ സോപ്പിട്ടാണ് എന്തിനെങ്കിലുമൊക്കെ ഏതെങ്കിലും ഡ്രസ്സൊക്കെ ഇട്ട് പോവുകയും ചെയ്യാം. ഇമ്മക്ക് എന്ന് പറഞ്ഞാണ്ട് അധിക സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചതാണ്, ഞാൻ തന്നെ ഇടലാണ്. അങ്ങനെ വാങ്ങിയതായിരുന്നു. പിന്നെ അത് ലിയൻ്റെ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ വീഡിയോ എടുത്തപ്പോൾ ഓൾ ആ സാധനങ്ങളായിട്ട് പോവുകയും ചെയ്ത്. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞാനിതാ ക്ഷീണിച്ച് നിൽക്കുകയാണ്. പോയ കോലം വന്ന കോലം നല്ല വ്യത്യാസമുണ്ടല്ലേ, നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ ക്ഷീണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഏതായാലും ഫുഡ് കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ അയച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൊലായിൽ വന്നിട്ടാണ് ഫുഡ് അയക്കണേ. ഒരു വെറൈറ്റി ഒക്കെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. സംഗതി ഈ ഷവായൻ്റെ ഒപ്പം മയോണൈസൊന്നും ഇല്ലേനി, അതുകൊണ്ട് തിന്നാനൊരു വലിയ സുഖമില്ലേനി. സംഗതി ടേസ്റ്റ് ഉണ്ട്, പക്ഷേ മയോണൈസ് ഇല്ലാഞ്ഞിട്ട് എനിക്കൊരു തൃപ്തി കിട്ടിയില്ല. ഞാൻ ലാസ്റ്റ് ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്. എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്. ലാക്ടോകാലമൈനും തേച്ച് ലിബാമോട്ട് കിടന്നുറങ്ങുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് കാര്യമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ലേനി. അപ്പം അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.